ഹായ് ഫ്രണ്ട്സ്, ലീഡിംഗ് തോട്ട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തെ ഒരുപാട് മാറ്റം വരുത്താൻ സാധ്യതയുള്ള വീഡിയോകളും ന്യൂസുകളും ഇമേജുകളും എല്ലാം ദിവസവും നമുക്ക് മൊബൈലിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മളിൽ പലർക്കും എന്താണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നില്ല. നമ്മുടെ ലീഡിംഗ് തോട്ട്സ് എന്ന യൂട്യൂബ് ചാനൽ മെയിനായി ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഫിനാൻസ് വീഡിയോകളാണ്. അതായത് ബാങ്ക് ലോണുമായി കമ്പയർ ചെയ്യുമ്പോൾ ചിട്ടിക്കുള്ള ബെനിഫിറ്റ്, ചിട്ടിയുമായി കമ്പയർ ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ടിനുള്ള ബെനിഫിറ്റ്, മ്യൂച്വൽ ഫണ്ടിനേക്കാൾ കൂടുതൽ റിട്ടേൺ നൽകാൻ സാധ്യതയുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനുകൾ എന്നിവയെല്ലാം നിങ്ങൾ ഈ ചാനലിൽ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടാവും. ഇൻവെസ്റ്റ്മെന്റിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകാൻ സാധ്യതയുള്ളത് മികച്ച കമ്പനികളുടെ സ്റ്റോക്ക് ആണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഉയർന്ന റിട്ടേൺ ലഭിക്കുന്നതിനോടൊപ്പം ഉയർന്ന റിസ്ക്കും അവയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ആണ് എന്നതാണ് സത്യം. മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇതിനു മുൻപ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിലും താഴെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. പലരും മ്യൂച്വൽ ഫണ്ട് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യാത്തതിന്റെ പ്രധാന കാരണം ഇതിന് ഒരുപാട് ഫോർമാലിറ്റിയും ഒരുപാട് പൈസ ചെലവുമുള്ള കാര്യമാണ് എന്ന് കരുതിയാവാം. എന്നാൽ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഗ്രോ എന്ന ആപ്പിലൂടെ സൗജന്യമായി മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഒരു 500 രൂപയോ 1000 രൂപയോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റും അതോടൊപ്പം തുടങ്ങാവുന്നതാണ്. തീർച്ചയായും ഇത് ഗ്രോ ആപ്പിന്റെ ഒരു പ്രൊമോഷണൽ വീഡിയോ ആണ്. പ്രൊമോട്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ചെറിയൊരു ബെനിഫിറ്റ് പ്രതീക്ഷിച്ചല്ല ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് ഉപയോഗിച്ചപ്പോൾ ഇത് വളരെ നല്ലൊരു ആപ്പാണ് എന്ന് എനിക്ക് കൂടി ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് മാത്രമല്ല, ഡയറക്റ്റായി വാങ്ങിക്കുമ്പോൾ ലഭിക്കുന്ന 1% എക്സ്ട്രാ ബെനിഫിറ്റും ഈ ഗ്രോ ആപ്പിലൂടെ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും അതിനുശേഷം മികച്ച മ്യൂച്വൽ ഫണ്ട് കണ്ടെത്തുന്നതിനും നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ഈ ചാനലിലൂടെ പ്രതീക്ഷിക്കാം. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്കിലൂടെ ഗ്രോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഒപ്പം ഇനി പറയുന്ന ഡോക്യുമെന്റുകൾ കൂടി കയ്യിൽ കരുതുക. 1 പാൻ കാർഡ്, 2 ബാങ്ക് അക്കൗണ്ട് നമ്പർ, 3 ബാങ്കിന്റെ IFSC കോഡ്, 4 ആധാർ കാർഡ്. ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ UPIയോ ഗൂഗിൾ പേയോ നെറ്റ് ബാങ്കിങ്ങോ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇനി നമുക്ക് ഗ്രോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയും അതിനുശേഷം മികച്ച മ്യൂച്വൽ ഫണ്ട് അതിലൂടെ എങ്ങനെ ബൈ ചെയ്യാമെന്നും നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്കിലൂടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഗൂഗിൾ ക്രോമിലൂടെയോ പ്ലേ സ്റ്റോറിലൂടെയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഇമെയിൽ ID കൊടുക്കുക. നമ്മുടെ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന മെയിൽ ID തന്നെ കൊടുക്കുക. ഫ്യൂച്ചറിൽ ഗ്രോ ആപ്പിൽ നിന്നുള്ള മെയിലുകളെല്ലാം നമുക്ക് ഈ മെയിൽ IDയിലേക്കാണ് ലഭിക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ നൽകുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറാണ് ഇവിടെ നൽകേണ്ടത്. അതിനുശേഷം വരുന്ന OTP ഇതിലേക്ക് എൻ്റർ ചെയ്യുക. അതിനുശേഷം പാൻ കാർഡ് നമ്പർ നൽകുക. പാൻ കാർഡ് നമ്പർ നൽകിയാൽ നമ്മൾ പാൻ കാർഡിൽ നൽകിയിട്ടുള്ള പേര് അവിടെ വരും. അതിൽ നമ്മൾ കൺഫേം കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന കാര്യം ഇന്ത്യൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. NRI അക്കൗണ്ട് ഉള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുമെന്ന് അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം മദേഴ്സ് നെയിം, അമ്മയുടെ പേര് നമ്മൾ അവിടെ നൽകുക. അതിനുശേഷം അച്ഛന്റെ പേര് പാൻ കാർഡിൽ ഉള്ള പോലെ നമ്മൾ അവിടെ നൽകുക. അതിനുശേഷം നമ്മൾ മാരീഡ് ആണോ അല്ലയോ എന്നുള്ള ഡീറ്റെയിൽ അവിടെ നൽകുക. നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ബാങ്കിന്റെ IFSC കോഡ് നൽകുക. നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിന്റെ IFSC കോഡ് അറിയില്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ലഭിക്കും. അതിനുശേഷം ബാങ്ക് കൺഫേം ചെയ്യുക. ശേഷം നമ്മുടെ അക്കൗണ്ട് നമ്പർ നൽകുക. അക്കൗണ്ട് നമ്പർ നൽകിയതിന് ശേഷം 1 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഗ്രോ ആപ്പ് ഡെപ്പോസിറ്റ് ചെയ്യും. അത് അവരുടെ അക്കൗണ്ട് വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. അക്കൗണ്ട് വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ക്യാമറ ഉപയോഗിക്കാനുള്ള പെർമിഷൻ നമ്മൾ നൽകുക. അതിനുശേഷം ഫോട്ടോ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോയുടെ സൈസ് നമുക്ക് ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആ ടിക്ക് നൽകുക. ശേഷം നമ്മൾ 3 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ അമർത്തുക. അതിനുശേഷം പാൻ കാർഡിന്റെ ഒരു കോപ്പി നമുക്ക് അപ്ലോഡ് ചെയ്യണം. അത് നമുക്ക് ഗാലറിയിലാണെങ്കിൽ ഗാലറി സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് പാൻ കാർഡിന്റെ ഫോട്ടോ എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഗാലറിയിൽ നിന്ന് പാൻ കാർഡിന്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം ക്രോപ്പ് ചെയ്ത് അതിന്റെ സൈസ് കറക്റ്റ് ആക്കുക. വീണ്ടും മുകളിലെ ടിക്ക് കൊടുക്കുക. അതിനുശേഷം ആധാർ, വോട്ടർ ID, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഇതിലത്തെ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റിന്റെ നമ്പർ നൽകുക. ഞാൻ ആധാർ കാർഡാണ് ചൂസ് ചെയ്യുന്നത്. ആധാർ കാർഡിന്റെ ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്തതിന് ശേഷം മുകളിലെ റൈറ്റ് ബട്ടൺ അമർത്തുക. അതിനുശേഷം നമ്മുടെ അഡ്രസ് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറയും. നമ്മൾ അഡ്രസ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. അത് ഓക്കെ ആണെങ്കിൽ അടിയിലെ കൺഫേം എന്ന ബട്ടൺ അമർത്തുക. അതിനുശേഷം താഴെ കാണുന്ന ഐ എഗ്രി എന്നുള്ള ബട്ടൺ അമർത്തുക. ശേഷം നമ്മൾ ഒരു സിഗ്നേച്ചർ ഇടേണ്ടതുണ്ട്. നമ്മുടെ മൊബൈലിലെ ടച്ച് പാഡ് ഉപയോഗിച്ച് നമുക്ക് സൈൻ ചെയ്യാം. നമ്മൾ സൈൻ ചെയ്തതോടുകൂടി നമ്മുടെ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ് കംപ്ലീറ്റ് ആയിരിക്കുന്നു. കൺഗ്രാജുലേഷൻസ്, യുവർ അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് അവിടെ വരും. അതിനുശേഷം ഓട്ടോമാറ്റിക്കായി നമ്മൾ ഗ്രോ ആപ്പിന്റെ
ഹോം പേജിലേക്ക് എത്തും. ഇതാണ് ഗ്രോ ആപ്പിന്റെ ഹോം പേജ്. ഇവിടെ നമുക്ക് മുകളിൽ ഫണ്ട് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകുന്ന മ്യൂച്വൽ ഫണ്ട് ഏതൊക്കെയാണെന്നുള്ളത് അവർ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ദാൻ FD, ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ലഭിക്കുന്ന ഫണ്ടുകൾ ഏതൊക്കെയാണെന്നുള്ളത് ഒരു കാറ്റഗറി ഇട്ടുണ്ട്. അതുപോലെ ടോപ്പ് കമ്പനീസ്, മികച്ച കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ 500 രൂപയ്ക്ക് നമുക്ക് SIP സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫണ്ട് തിരഞ്ഞെടുക്കാം. അതുപോലെ സ്പെസിഫൈ ആയിട്ടുള്ള സെക്ടറിലേക്ക്, അതായത് ഫാർമ, ബാങ്കിങ്, ഈ സെക്ടറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സെക്ടർ ഫണ്ട് സെലക്ട് ചെയ്യാം. അതുപോലെ ടാക്സ് സേവിംഗ് ഫണ്ടും അതോടൊപ്പം നൽകിയിട്ടുണ്ട്. ഈ ഫണ്ടുകളെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനു മുൻപ് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണുക. ഇവിടെ ഞാനൊരു മ്യൂച്വൽ ഫണ്ട് സെർച്ച് ചെയ്യുകയാണ്. മിറാക് അസറ്റ് എമർജിംഗ് ബ്ലൂ ചിപ്പ് ഫണ്ട് എന്നുള്ള ഒരു ഫണ്ടാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇതാണ് ആ ഫണ്ടിന്റെ ഡീറ്റെയിൽസ്. കഴിഞ്ഞ 3 വർഷമായി 11% റിട്ടേൺ ആണ് ഈ ഫണ്ട് നൽകിയിട്ടുള്ളത്. ലാർജ് ആൻഡ് മിഡ് ക്യാപ് സെക്ടറിലുള്ള ഫണ്ടാണ് ഇത്. 5 സ്റ്റാർ റേറ്റിംഗ് ആണ് വിവിധ ഏജൻസികൾ ഈ ഫണ്ടിന് നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും താഴെ 1 ടൈം, മന്ത്ലി SIP എന്നുള്ള 2 ഓപ്ഷനുകൾ കാണാം. ഒറ്റ തവണയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് 1 ടൈം. മന്ത്ലി SIP ആകുമ്പോൾ നമുക്ക് പ്രതിമാസം ഒരു നിശ്ചിത രൂപയ്ക്ക് നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കാം. ഞാൻ ഇവിടെ മന്ത്ലി SIP എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം അവിടെ എമൗണ്ട് എത്ര രൂപയാണ് നമുക്ക് മന്ത്ലി അടയ്ക്കേണ്ടത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. നമുക്ക് 1000 ആണെങ്കിൽ 1000 സെലക്ട് ചെയ്യാം, 2000 ആണെങ്കിൽ 2000 സെലക്ട് ചെയ്യാം, 3000 രൂപയാണെങ്കിൽ 2000-ഉം 1000-ഉം സെലക്ട് ചെയ്താൽ മതി. അതിനുശേഷം പ്രൊസീഡ് അമർത്തുക. അതിനുശേഷം ഏത് ഡേറ്റിനാണ് ഈ മ്യൂച്വൽ ഫണ്ട് എല്ലാ മാസവും നമുക്ക് വാങ്ങേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽ ആണ് നമുക്ക് നൽകേണ്ടത്. സ്വാഭാവികമായും മാസാവസാനമാകുമ്പോൾ പലരുടെ കയ്യിലും പണം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഡേറ്റ് നമുക്ക് 5-ഓ 10-ഓ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം പേ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കുറച്ച് പേയ്മെന്റ് ഡീറ്റെയിൽസുകൾ നമുക്ക് ഇവിടെ കാണാം. താഴെ ഗൂഗിൾ പേയുടെയും നെറ്റ് ബാങ്കിന്റെയും UPIയുടെയും ഡീറ്റെയിൽസുകൾ നമുക്ക് നൽകാവുന്നതാണ്. ഞാൻ ഇവിടെ ഗൂഗിൾ പേ സെലക്ട് ചെയ്യുകയാണ്. ഗൂഗിൾ പേയിലൂടെ നമ്മുടെ പാസ്വേഡുകളെല്ലാം നൽകി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി എമൗണ്ട് ഡിഡക്റ്റ് ആവുന്നതാണ്. അതിനുശേഷം ഓട്ടോമാറ്റിക്കായി ഗ്രോ എന്ന ആപ്പിൽ നമ്മുടെ ഓർഡർ പ്ലേസ്ഡ് ആയി എന്ന മെസ്സേജ് വരും. അതിനുശേഷം നമ്മൾ നൽകിയ തുകയ്ക്കുള്ള യൂണിറ്റുകൾ, എത്ര യൂണിറ്റാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് 48 മണിക്കൂറിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും എന്നൊരു മെസ്സേജും അവിടെ വരും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ യു ആർ ഇൻവെസ്റ്റഡ് 1000 rupees എന്നൊരു മെസ്സേജ് വരും. അതിന് താഴെ നോ കമ്മീഷൻ ചാർജ്ഡ്, ഇതിനുവേണ്ടി കമ്മീഷനൊന്നും ഗ്രോ ആപ്പ് ഈടാക്കിയിട്ടില്ല എന്നൊരു മെസ്സേജ് നമുക്ക് അവിടെ വരും. ഇപ്പോൾ മിറാക് എമർജിംഗ് ഇക്വിറ്റി എന്ന ഫണ്ടിൽ നമ്മൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് ഏത് മ്യൂച്വൽ ഫണ്ടും ഇതിലൂടെ വാങ്ങിക്കാവുന്നതാണ്. അതിന്റെ സെർച്ച് ബട്ടണിൽ പോയി നമുക്ക് മ്യൂച്വൽ ഫണ്ട് സെർച്ച് ചെയ്യാവുന്നതാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അതിന്റെ സ്റ്റാർ റേറ്റിംഗ്, 1 വർഷം, 3 വർഷം, 5 വർഷം തുടങ്ങിയ സമയത്തുള്ള അതിന്റെ റിട്ടേണുകൾ എന്നിവയെല്ലാം പരിശോധിക്കുക. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് മ്യൂച്വൽ ഫണ്ടിനെ പറ്റി കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കുക. അതിന് നമ്മുടെ ചാനലിലും മറ്റുള്ള ചാനലിലും ഒരുപാട് വീഡിയോസ് ഇന്ന് അവൈലബിൾ ആണ്. അതെല്ലാം നിങ്ങൾ കണ്ട് ഒരുപാട് നോളജ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. ലീഡിംഗ് തോട്ട്സ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലിന് താഴെ ചുവപ്പ് നിർത്തി കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ഐക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു.